പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനം യേശു പാടുപീഡകളേറ്റ ദിനമാണ്. എനിക്ക് വേണ്ടി ഈശോ മരിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂർവീകരായിട്ട് അല്ലേ ഫാസ്റ്റിംഗ് എടുക്കുന്നവർ, ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കട്ട് ചെയ്യുന്നവർ, മത്സ്യമാംസം ഉപേക്ഷിക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മളൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശരിക്കും തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ല, അവരെ സ്നേഹപൂർവ്വം ഇതിൻ്റെ പ്രസക്തി, വെള്ളിയാഴ്ച ആചരണത്തിൻ്റെ പ്രസക്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചൊവ്വാഴ്ച നോമ്പ് ആചരിക്കും, വെള്ളിയാഴ്ച നോമ്പ് ആചരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച ആചരിക്കുന്നത് തെറ്റല്ല, പക്ഷേ വെള്ളിയാഴ്ച ആചരിക്കാതെ ചൊവ്വാഴ്ച ആചരിക്കുന്നത് അത്ര ശരിയായ ആരോഗ്യപരമായ ഒരു രീതിയല്ല എന്ന് പറയും. കാരണം ഈശോ മരിച്ച ദിവസമാണ് വെള്ളിയാഴ്ച നമ്മെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്ക് നമ്മുടെ ഒരു സിറിയൻ ട്രഡീഷനിലേക്ക് വളരെ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം അത് പറഞ്ഞു കൊടുക്കണം. വെള്ളിയാഴ്ച ആചരണത്തെക്കുറിച്ച് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, സ്നേഹപൂർവ്വം അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ശരിക്ക് അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും കറക്ഷൻ കൊടുക്കരുത്. സ്നേഹത്തോടെ നമ്മൾ പറയാനായിട്ട്. പിന്നെ ഒരു ഗതിയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ഷൂട്ട് അറ്റ് ദ സൈറ്റ് എന്ന് പറയില്ലേ, നമുക്ക് ഒരു ഗതിയില്ല, അത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ വലിയ വിഷയമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പരമാവധി കുറ്റപ്പെടുത്താത്ത രീതിയിൽ പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 15:1. അവിടെ വചനം വെളിപ്പെടുത്താണ്: കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും. എന്താണ് ഭക്തൻ എന്താ ചെയ്യുക? തുടർന്ന് പറയാണ്: കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. ഇത് കർത്താവിൻ്റെ ഭക്തൻ ചെയ്യും. അതായത് ദൈവകൽപ്പനകൾ, 10 കൽപ്പനകൾ. പ്രിയ സഹോദരങ്ങളെ, ഡെക്കലോഗ് അല്ലേ, ഒന്നാം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു അങ്ങോട്ട് തുടങ്ങി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് ചെയ്യുന്നവന് ജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എന്താണോ, സ്വർഗം കാണുന്ന കാഴ്ചപ്പാടിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ജ്ഞാനം. ഈ ഒരു കാലഘട്ടത്തിൽ അറിവ് മനുഷ്യനുണ്ട്. ഒരുപക്ഷെ ഭൂമിയിൽ എങ്ങനെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാം, ഭൂമിയിൽ എങ്ങനെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാം, അത് നമുക്ക് നോളജ് നമുക്കത് തരും. പക്ഷേ ഈ ജ്ഞാനം, വിസ്ഡം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, സ്വർഗം കാണുന്ന കാഴ്ചപ്പാടിൽ ഭൂമിയിൽ നമുക്ക് വ്യാപരിക്കാൻ പറ്റുന്ന കൃപയെ പറയുന്ന പേരാണ് ജ്ഞാനം, ദൈവിക ജ്ഞാനം. കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും. അപ്പോൾ കൽപ്പനകളിൽ ഉറച്ചു നിന്നാൽ മാത്രമാണ് സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാഴ്ചപ്പാടുള്ളവൻ മനുഷ്യരെ നോക്കില്ല, മനുഷ്യരല്ല അവൻ്റെ അവൻ ദൈവം തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് അവൻ നോക്കുന്നത്. അത്തരത്തിലുള്ളൊരു ജ്ഞാനത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്ന് അല്ലേ, ആ ദാനത്തിന് വേണ്ടി, ജ്ഞാനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഭാഷകൻ പറയുന്നത്. അതിനായിട്ട് കൽപ്പനകളിൽ നീ ഉറച്ചു നിൽക്കണം. കൽപ്പനകളിൽ ഇവർ നോക്കുന്നുണ്ടോ കാണുന്നുള്ളൂന്നല്ല, എൻ്റെ ദൈവം എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.